afternoon, all. Good afternoon, ma'am. നമ്മള് മെഡിക്കൽ റെക്കോർഡ് എവിടെ വരെ എടുത്തു നിർത്തിയത്? Good afternoon, ma'am. എവിടെ വരെ എടുത്തു നിർത്തിയത്? വായിച്ചു നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നു. ഓക്കെ, ഇപ്പൊ എവിടെ വരെ എടുത്തു നിർത്തിയത്? മെഡിക്കൽ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ എവിടെ വരെയല്ലേ എടുത്തു നിർത്തിയത്? ഓക്കെ, കേസ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇപ്പൊ വായിച്ചു നോക്കി അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഓരോ ഹോസ്പിറ്റൽ റെക്കോർഡ് ഷീറ്റിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തണം അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളെ വീണ്ടും ഭക്ഷണമൊക്കെ ശിക്ഷയാണെങ്കിലും നമ്മൾ ഒപ്പി നമ്പർ വെച്ചിട്ട് ഡോക്ടറെ കാണുമ്പോൾ പഴയ രേഖകളെല്ലാം വളരെ സൂക്ഷിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിലീസ് ഓഫ് ഇൻഫോർമേഷൻ. റിലീസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷനുകളുടെയൊക്കെ പ്രകടനം അല്ലെ? ആ പ്രകാശനം എപ്പോഴൊക്കെയാണ് നമ്മൾക്കറിയാം അവിടെ പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫോർമേഷനുകളെല്ലാം തന്നെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? എല്ലാ എന്താണ് ഇൻഫോർമേഷനുകൾ രേഖകളെല്ലാം അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാനൊന്നും പാടില്ല അല്ലെ? രഹസ്യമായിട്ട് തന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ വേണം. ശരിയല്ലേ? ഒരു വിശ്വസ്തത ഉണ്ടാവണ്ടേ പേഷ്യന്റിനോട്? ഉണ്ടാവണ്ടേ? വീട്ടിലേ ലാസ്റ്റ് അവറാണ്, നിങ്ങളിങ്ങനെ ബോറായി പോകരുത്. ഓക്കെ, അപ്പൊ എന്താണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? വിശ്വസ്തത അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ വെദർ ഇൻ ഓറൽ or written documentation relating to any identifier. Sorry. Okay, Professor Nai. Thank you. Okay. അപ്പൊ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വിശ്വസ്തത അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ വെദർ ഇൻ ഓറൽ or written documentation relating to any identified patient is confidential. Accordingly, computer stored data information obtainable either in the form of medical records, diseases and operation index, okay, photographs, microfilms, video tapes, auto tapes, or other devices used for these purposes should be treated as a confidential documents. അതായത് ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, അവിടെയുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻസ് മെഡിക്കൽ റെക്കോർഡുകളെല്ലാം തന്നെ അത് ഓറലി ആയിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം ആവാം, റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആകാം, അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് ആവാം, എന്തായിക്കോട്ടെ അതെല്ലാം തന്നെ അല്ലെ? ഐഡന്റിഫൈഡ് പേഷ്യന്റ് ഈസ് കോൺഫിഡന്റ് എന്ന് വെച്ചാൽ വിശ്വസ്തതാപൂർവ്വം തന്നെ അത് കൈകാര്യം ചെയ്യും. Accordingly, computer stored data information obtained either in the form of medical records. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും അത് ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസീസിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതായത് ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്സ്, ഓട്ടോ ടേപ്സ് ഓർ അതർ ഡിവൈസസ് അല്ലെ? വീഡിയോ ക്ലിപ്സും ഓട്ടോ ക്ലിപ്സും എല്ലാം തന്നെ ഉണ്ടായെങ്കിൽ ഇതെല്ലാം തന്നെ എങ്ങനെയായിരിക്കണം? കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടിയിട്ട് കീപ്പ് ചെയ്യും എന്ന് വെച്ചാൽ അവിടെയുള്ള പേഷ്യൻസിന് വിശ്വസ്തത ലഭ്യമാകുന്ന തരത്തിൽ തന്നെ അത് കീപ്പ് ചെയ്യേണ്ടതാണ്, സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അവരെ എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്? വിശ്വസ്തതാപൂർവമാണ് ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്സിനെയും വീഡിയോ ക്ലിപ്സിനെയും അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിട്ടൺ ഡോക്യുമെന്റ്സ് ഒക്കെ വിശ്വസ്തതാപൂർവമാണ് അവര് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ,
Clear അല്ലേ? So authorized staffs are permitted to deal with such information. But എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പേഴ്സൺസ് അല്ലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് മാത്രമാണ് എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെ. അതിന് യോഗ്യരായ വ്യക്തികൾ എല്ലാവരും കൂടിയല്ല ഈ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ സൂക്ഷിക്കുന്നത്. അതിന് അധികാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. Authorized staffs are those who are looking after the patient. Okay. അവിടെ നമുക്ക് അറിയാം അല്ലെ പേഷ്യന്റിനേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഓതറൈസ്ഡ് അധികാരമുള്ള പേഴ്സൺസ് ആണ് അതെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. കേസ് ചിലപ്പോഴൊക്കെ വിശ്വസ്താപൂർവമായിട്ടുള്ള ഈ ഇൻഫോർമേഷൻസ് ചിലപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് അധികാരികതയുള്ള സ്റ്റാഫുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. Normally including medical, nursing and paramedical personnel and the staff of the MRD. മെഡിക്കൽ റെക്കോർഡ് അല്ലെ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് അതിന് അംഗീകാരമുള്ള പേഴ്സൺസുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടിയിട്ട് എല്ലാ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് അതിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. Then release of information. Okay, ചില അവസരങ്ങളിൽ ഈ ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കാം അല്ലെ. എപ്പോഴും ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്നല്ല. നമുക്കറിയാം ചിലർക്കൊക്കെ എന്താണ് അവർക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. അവര് കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് പങ്കുവെക്കേണ്ടതുണ്ടാവും. അതിൽ ഫസ്റ്റ് നോക്കുക കണ്ടീഷൻസ്. എക്സാമ്പിൾ ഇഞ്ചുറീസ്, പോയിസണിങ്, അബോർഷൻസ് ഓർ കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്സ്, suicides and homicides. How to intimate the police or other legal authorities. Okay, നമുക്കപ്പോ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഓക്കെ കീപ്പ് ചെയ്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ പോയിസണിങ്ങോ അബോർഷനോ അങ്ങനെയോ ആക്സിഡന്റ് അല്ലെ ആക്സിഡന്റ് സൂയിസൈഡ് കേസുകൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പോലീസ് അല്ലെ അവരെ ലീഗൽ അതോറിറ്റീസിന് മുമ്പാകെ അവരെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഡീറ്റെയിൽസ് വെളിപ്പെടുത്തി കൊടുക്കണം. Okay, clear അല്ലേ? Okay ആണോ? Okay ആണ്. വീണ്ടും എന്താണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം പകർച്ചവ്യാധികൾ അല്ലെ. മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ ഓതറൈസ്ഡ് അതോറിറ്റീസ് കൺസേൺ. തീർച്ചയായിട്ടും അതോറിറ്റികളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം അല്ലെ. ഇന്ന പേഷ്യന്റിന് ഇന്ന അസുഖമുണ്ട് അതിന് അറിയിക്കേണ്ട ഓതറൈസ്ഡ് അതോറിറ്റീസിനെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു HIV പേഷ്യന്റുകൾ അല്ലെങ്കിൽ അവരെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി കെയർഫുൾ ആവും അല്ലെ. അപ്പൊ ആ ഇൻഫോർമേഷൻസ് എന്തായാലും അവര് പാസ് ഔട്ട് ചെയ്യേണ്ടവർക്ക് പാസ് ഔട്ട് ചെയ്യണം. വേണ്ടിവരുമോ? വേണ്ടിവരില്ലേ? വീണ്ടും എന്താണ് ഈവെന്റ്സ്, ബർത്ത്, ഡെത്ത്. ഓക്കെ, ഫെറ്റൽ ഡെത്ത്സ്. ഹൗ ടു ബി റിപ്പോർട്ടഡ് ടു സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് either directly or through member of the family. അതേമാതിരി തന്നെ ജനിക്കലും മരണവും ഒക്കെ വരുമ്പോഴെന്താണ് നമ്മളറിയാം ബന്ധുക്കളൊക്കെ നമ്മൾ അറിയിക്കും അല്ലെ. നമ്മുടെ ഫസ്റ്റ് കസിൻസിനൊക്കെ ചെറുതാക്കി പറഞ്ഞൊക്കെ ആണെങ്കിലൊക്കെ ഫസ്റ്റ് സെക്കൻഡ്സൊക്കെ കസിൻസിനൊക്കെ അറിയിക്കും. അതുമാതിരി തന്നെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹൗ ടു ബി റിപ്പോർട്ടഡ് ടു സിവിൽ. സിവിലിന് ഇത്തരത്തിലുള്ള മരണ ജനന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതൊക്കെയുള്ള ഇൻഫോർമേഷൻസ് അറിയിക്കേണ്ടതും ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ക്ലിയർ ആണോ? ാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോർട്ട് ഓർഡർ ദ hospital also must provide information in response to a count for the court. അതായത് കോർട്ട് ഓർഡർ വഴിയാണ് ചില കാര്യങ്ങളൊക്കെ ഇന്ന വ്യക്തികളുമായിട്ട് പങ്കുവച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അവരുടെ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സ് ഓർഡർ the hospital also must provide information response to court order. Court order അനുസരിച്ചിട്ട് ആർക്കാണോ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് അവർക്കും ഈ ഇത്തരത്തിലുള്ള വിവരങ്ങള് കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കാം. കാരണം നമുക്കറിയാം ചില അബോർഷൻ കേസസ് അല്ലെങ്കിൽ പോയിസണിങ് കേസസ് അതൊക്കെ കേസുകളൊക്കെ ആവാനായിട്ട് സാധ്യതകളുണ്ട് അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് അറിയിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ റെക്കോർഡ് അല്ലെ, ഇവിടെ റെക്കോർഡ് സൂക്ഷിപ്പിക്കുന്നവരുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തായാലും കോൺഫിഡൻഷ്യാലിറ്റി വേണം എന്നുള്ളത് മസ്റ്റ് ആണ്. പക്ഷെ അറിയിക്കേണ്ടവരെ അറിയിക്കാനുള്ള അനുവാദം കൊടുക്കേണ്ടതും ആവശ്യം. അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. മാർക്കറ്റ് ആണ് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ സിവിൽ അല്ലെ, സിവിലിന്റെ കീഴിൽ അറിയിക്കേണ്ട മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതും ഒരു ചെറിയ പ്രശ്നമായിട്ട് കാണാറുണ്ട്. ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് സിവിലിന്റെ അണ്ടറിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ബർത്ത്, ഡെത്ത്, ഫെറ്റൽ ഡെത്ത് എന്ന് വെച്ചാൽ പൊക്കിൾക്കുടിയൊക്കെ ചുറ്റിയിട്ടുള്ള മരണം, അല്ലെങ്കിൽ സാധാരണ മരണം, കുട്ടിയുടെ ശരണം, ഇതെല്ലാം സിവിലിന്റെ അണ്ടറിൽ അല്ലെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് പോവാ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കണ്ടന്റ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളടക്കം അല്ലെ എന്തിന്റെ ഉള്ളതെന്ന് നോക്കാം. ഡേറ്റ് റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഡേറ്റുകൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റുകളുടെ കാര്യമാണ്. ഫസ്റ്റ് വൺ അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അതായത് പ്രവേശന ചാർജ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇത്രയും ചാർജ് അല്ലെ, ഇത്രയും ഇന്ന പേഷ്യന്റ് ടോപ്പി നമ്പർ, അഡ്മിഷൻ ഡേറ്റ് റെക്കോർഡ്. ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, ശരിയായിരിക്കും. അഡ്മിഷൻ ഡേറ്റ് റെക്കോർഡ് തന്നെയായിരിക്കും. ഇന്നത്തെ ചാർജ് എങ്ങനെയാണ് തിരിച്ചറിയാൻ നോക്കാം. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ അല്ലെ ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അവിടെ അറ്റസ്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എല്ലാം റെക്കോർഡ് ചെയ്യണം. എന്താണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, നമുക്കറിയാം ഇന്ന കണ്ടീഷനുമായി ബന്ധപ്പെട്ടൊക്കെയായിരിക്കും അഡ്മിഷൻ അല്ലെ. ഒരു നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ ഒരു എംപ്ലോയിഡ് കോൺട്രാക്റ്റിൽ അല്ലെ, പേഷ്യന്റും ഹോസ്പിറ്റലും ഒരു എംപ്ലോയിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് അല്ലെ, അവർക്ക് വൈദ്യസഹായം നൽകാം, അവര് പേയ്മെന്റ് ലഭ്യമാകുന്നത് അനുസരിച്ചിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻസ് അല്ലെ, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് നമുക്കറിയാം. ചിലപ്പോൾ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. കണ്ടന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് എന്താണ് വിവരങ്ങൾ പുറത്തുവിടാനുള്ളത് അല്ലെ. ഇതൊക്കെ കണ്ടന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫോർമേഷൻ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ പുറത്ത് വിടാം അല്ലെ, അതിന്റെ ഒരു ഉള്ളടക്കമാണ്. സ്പെഷ്യൽ കൺസേൺസ്, ഓക്കെ, എന്തെങ്കിലും പ്രത്യേക സമ്മതം വേണമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. അതായത് സ്പെഷ്യൽ കൺസെന്റ് ഉണ്ടെങ്കിൽ അല്ലെ, ചില രോഗികൾക്ക് ചില സമ്മതപത്രങ്ങൾ ഒക്കെ ചെയ്തതിനു ശേഷമായിരിക്കും അല്ലെ. മിക്കവാറും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തായാലും കൺസെന്റ്
അല്ലെ സ്പെഷ്യൽ കൺസേൺ ഫോം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ വെഹിക്കിൾ റെക്കോർഡിൽ അതിൽ ഉള്ളടക്കത്തില് പെടുത്തേണ്ടതാണ്. Then records related with the admission or discharge. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. ഓക്കെ, നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റി തിരിച്ചറിയൽ കാർഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെ. നമുക്ക് OB നമ്പർ ഒക്കെ ഉണ്ടാവും. ആ OB നമ്പറും കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. Then data are collected at the time of admission. Data are collected at the time of admission. ഇവിടെ എന്താണ് ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. Data are collected at the time of admission. അഡ്മിഷൻ സമയത്ത് ഡാറ്റ ശേഖരിക്കുന്നു അല്ലെ. അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ. അപ്പൊ ഒരു പേഷ്യന്റ് വന്ന് അവരിൽ നിന്ന് ജസ്റ്റ് ഇൻഫോർമേഷൻസ് എടുത്തു, അവർക്ക് ഒരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സിസ്റ്റത്തിലെ ബാക്കി ഒരു രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കണം അല്ലെ. കൃത്യമായിട്ട് ഏത് ഏത് ഇതിലാണ് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ ഏത് നമ്പറിന്റെ അല്ലെങ്കിൽ ഏത് ഡോക്ടറുടെ കീഴിലാണ് ചാർജ് എടുത്തേക്കുന്നത് അതിലേക്ക് വരുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ റെക്കോർഡിങ്ങിൽ ഇത് ഇൻഫോം ചെയ്യണം. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. കേസ് ചിലപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളും ഉണ്ടാവും അല്ലെ. അതായത് ഇൻഷുറൻസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം. ഡാറ്റ ആറ് കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്താണ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. പെട്ടെന്ന് ഓട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അല്ലെ അതിൻ്റെതായിട്ടുള്ള സമ്മറി ഷീറ്റ്. നമുക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരോടൊപ്പം ചികിത്സ അല്ലെ ഇതുവരെ കൊടുത്ത ചികിത്സയും ബാക്കി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ എന്താണ് റെക്കോർഡിങ്ങിലി ഉൾപ്പെടുത്തേണ്ടതാണ് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. പലതരത്തിലുള്ള പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ എന്താണ് അതിൽ ഉൾക്കൊള്ളിക്കണം അല്ലെ. കണ്ടെയ്ൻ ദ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. Then condition of admission. അതറിയാം ഒരു കോൺട്രാക്ട് അല്ലെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ബേസിലാണ് നടപടികൾ പോണേന്ന് പറഞ്ഞു. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ the back of admission or a discharge sheet is often used for conditions with admission consent അല്ലെ. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കണം അല്ലെ. ആ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള അധികാരപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺസ് റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് വ്യവസ്ഥകൾ കൂടി പാലിച്ചിട്ട് വേണം സൂക്ഷിച്ചു വെക്കാൻ അല്ലെ. ഇപ്പൊ നമ്മുടെ പറയുന്നത് ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓപ്പൺ യൂസ്ഡ് ഫോർ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ. ഇത് കൺസെന്റിന് വേണ്ടിയിട്ട് അല്ലെ വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ഭാഗം ഒഴിച്ചിടുന്നത് അല്ലെ. ബാക്ക് ഓഫ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ഷീറ്റിന്റെ പിൻഭാഗം. ഓപ്പൺ യൂസ്ഡ് ഫോർ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ. കണ്ടീഷന് വേണ്ടിയിട്ട് ഉള്ള ഭാഗമാണ് അല്ലെ. ഇതിന്റെ പിൻഭാഗത്ത് പലപ്പോഴും പ്രവേശനത്തിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ആയിരിക്കും. ഇപ്പോ ഇന്ന ഡേറ്റിൽ വന്നിരിക്കുന്നു, ഓക്കെ നിങ്ങളുടെ നെയിം, നിങ്ങൾ ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് രേഖപ്പെടുത്തും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടോ ഒരു സ്കാനിങ്ങിന് വന്നിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും അല്ലെ. പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഭാഗമെന്നോളം പേരും അഡ്രസ്സും അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ അപ്പോഴത്തെ ആ ഒരു വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ട പേഷ്യന്റിലേക്ക് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? അപ്പൊ സമ്മതം അഡ്മിഷൻ കൺസെന്റ് അതിനുള്ള സമ്മതപത്രം നമ്മുടെ ആ ഒരു ഫോമാറ്റ് ആണ് ഫില്ലപ്പ് ചെയ്യുന്നത്. അതിന്റെ ബാക്ക് വശത്തും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആക്കി ചെയ്യേണ്ടതുണ്ട്. It shows the patient agrees to receive routine care. ഓക്കെ, അവിടെ ആ ഒരു പേപ്പർ കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ്ലി നമുക്കറിയാം നമ്മൾ ചാർജ് എടുക്കുമ്പോൾ ഇന്ന പേഷ്യന്റ് ഇന്ന അഡ്രസ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത് അല്ലെ. ഇന്ന ഏജ് കാര്യങ്ങളൊക്കെ കൊടുക്കും.
അതിന്റെ ബാക്കിലും ഇവർക്ക് എന്തെങ്കിലും രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ രേഖപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കറിയാം ആ ഷീറ്റ് കൊണ്ട് അവിടെ ഒരു എംപ്ലോയിന്റെ കോൺട്രാക്ട് നിലവിൽ വന്നിരിക്കാം. റെക്കോർഡിംഗ് സംഭവങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തെങ്കിലും ഭാവിയിലാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിലും വീണ്ടും പരിശോധിക്കാൻ രോഗി വന്നാൽ അല്ലെ പലർക്കും ഗുണം ചെയ്യുന്നുള്ള കാര്യം കണ്ടു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇതനുസരിച്ചിട്ടുള്ള രേഖയോട് കൂടിയിട്ടായിരിക്കും അഡ്മിഷൻ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. Then second point, it shows the patient's ability to receive routine care. Okay, ഈ ഒരു ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. Then the hospital cannot guarantee the outcome. Okay, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഇന്ന രോഗം എന്തായാലും പൂർണ്ണമായിട്ട് മാറ്റി തരും എന്ന് ആരെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. അങ്ങനെ ഒരു സജഷൻ അവർക്ക് നിർദ്ദേശിക്കാനൊന്നും പറ്റില്ല. കാരണം അതെല്ലാം അല്ലെ നമുക്ക് ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ കോൺട്രാക്റ്റില്. അല്ലാതെ ഒരു ഔട്ട്കം കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലെ. ഹോസ്പിറ്റൽ ക്യാനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഓക്കെ, നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ട് ഭേദമാകും എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി ഒന്നും അവിടെ വരുന്നില്ല. And it is the duty of the admission clerk to describe to the patient the contents of this form and its purpose. Okay, ഈ ഒരു ഫോമിന്റെ പ്രത്യേകത അല്ലെ കൃത്യമായിട്ട് തന്നെ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അഡ്മിഷൻ ക്ലർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിന്റെ ഭാഗത്ത് ഇന്ന ഡാറ്റാസ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. ഓക്കെ ആണോ? ഞാൻ നെക്സ്റ്റ് ഭാഗം നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ചെയ്ത് പോവാനോ? അയച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് അയച്ചു നോക്കാം. Okay. അപ്പൊ നമ്മളെ കണ്ടു എന്താണ് കൺസെന്റ് റിലീസ് ഇൻഫോർമേഷൻ അല്ലെ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷന്റെ കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് സമ്മതപത്രങ്ങൾ വേണം അല്ലെ. സമ്മതം വേണം, വിവരങ്ങൾ പുറത്തുവിടാനുള്ള സമ്മതം വേണം. അതില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് specifically named organizations copies of the patient's medical record. Okay, നമുക്കറിയാം സ്പെഷ്യൽ ആയിട്ട് നെയിം ചെയ്യുന്ന വിഭാഗക്കാർക്ക് മാത്രമാണ് ഹോസ്പിറ്റലുകാര് ഇതിനെ അനുവദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാവർക്കുമുള്ള പ്രൊവിഷനും ഇല്ല എന്ന് പറഞ്ഞു. ഇതിലും അത് തന്നെ പറയുന്നത് it is on the back of the admission or discharge. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് അല്ലെ രോഗിയുടെ മെഡിക്കൽ വിവരങ്ങളൊക്കെയാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇത്തരത്തിലുള്ള പകർപ്പുകൾ പ്രത്യേകം പേരുള്ള സംഘടനകൾക്ക് അല്ലെ അവർക്ക് മാത്രമാണ്, പ്രത്യേക ആശുപത്രിക്ക് പ്രത്യേക വ്യക്തിയുള്ള അല്ലെ പ്രത്യേകം പ്രിഫറൻസൊക്കെ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല പ്രധാനമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം അല്ലെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം കൂടിയാണ് അത്. എന്താ പറയുന്നത് patient signature on this form permits the hospital to release the medical information compliant during the current episode care. Okay, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് പേഷ്യൻസ് സിഗ്നേച്ചർ ഓൺ ദ ഫോം ഓഫ് പെർമിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ടു റിലീസ് മെഡിക്കൽ ഇൻഫോർമേഷൻ അല്ലെ. അവിടെ കറന്റ് നിലവിലുള്ള ആ ഒരു ശുശ്രൂഷ കേന്ദ്രത്തിൽ നിന്ന് അവരെ വിടുമ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന്റെയും കൂടി സിഗ്നേച്ചർ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഫോമിന്റെ രോഗിയുടെ ഒപ്പം ആവശ്യമാണ്. അതായത് പരിചരണത്തിന്റെ നിലപാടനുസരിച്ചിട്ടുള്ള ഓക്കെ നമ്മൾ കേസ് ഭാവിയിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ
ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അത് പേഷ്യന്റിന്റെ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ അവിടെ കളക്ട് ചെയ്യും. എന്താ പറയുന്നത്, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മെഡിക്കൽ ഇൻഫോർമേഷൻ കമ്പൈൽഡ് ഡ്യൂറിംഗ് ദ കറന്റ് എപ്പിസോഡ് ഓഫ് കെയർ. അതായത് വിവരങ്ങൾ അല്ലെ പുറത്ത് വിടല് അനുവദിക്കുകയാണ് അല്ലെ. അവിടെ കുറച്ച് പരിചരണത്തിന്റെ നിലവിലുള്ള കുറച്ച് വ്യക്തികൾക്ക് മാത്രം സൈനോട് കൂടിയിട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് വിവരങ്ങൾ അനുവദിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ചിലപ്പോ വേണമെങ്കിൽ ചില അല്ലെ ഡോക്ടേഴ്സിന് ചിലപ്പോ ഇവരുടെ സമ്മതത്തോട് കൂടിയിട്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതുണ്ടാവും. ചില ഓർഗനൈസേഷനുകൾക്ക് അല്ലെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അപ്പൊ നമ്മൾ എന്താണ് സമ്മതപത്രം മേടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? അവിടെ ഇമ്പോർട്ടന്റ് ആണ് പേഷ്യന്റിന്റെ സിഗ്നേച്ചർ അല്ലെ. ഇങ്ങനെ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ടു റിലീസ് മെഡിക്കൽ ഇൻഫോർമേഷൻ കമ്പൈൽഡ് ഡ്യൂറിംഗ് ദ കറന്റ് എപ്പിസോഡ് ഓഫ് കെയർ അല്ലെ. അവിടെ കറന്റ് എപ്പിസോഡ് ഓഫ് കെയറിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേഷ്യന്റിന്റെ സിഗ്നേച്ചറും അവിടെ മസ്റ്റായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ചെയ്യണോ? ചെയ്യണോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം സ്പെഷ്യൽ നോട്ട്, സ്പെഷ്യൽ കൺസെൻസ്. സ്പെഷ്യൽ കൺസെൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാര്യങ്ങൾ സമ്മതം അല്ലെ. എന്താണ് സ്പെഷ്യൽ സമ്മതം നോക്കാം. Needed for any non-routine diagnostic therapeutic procedures done on the patient. Okay, ചികിത്സാപരമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പതിവ് അല്ലെ പതിവായിട്ടുള്ള കാര്യം needed for any non-routine diagnostic therapy. അതായത് ചികിത്സയുടെ വിവരങ്ങൾ അല്ലെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നോൺ റൊട്ടീൻ അല്ലാത്ത രോഗനിർണയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്യൂട്ടിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് വരുമ്പോൾ എന്താണ് സ്പെഷ്യൽ കൺസെന്റ് ഫോം ആവശ്യമായിട്ട് വരാം. This gives a written proof that the patient agrees to procedure recorded on the form. Okay, നമുക്കറിയാം രേഖാമൂലമാണ് അല്ലെ written അഗ്രിമെന്റ്സിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കും അല്ലെ. അപ്പൊ നടപടിക്രമങ്ങളൊക്കെ നടത്താനായിട്ട് രോഗിയുടെ സമ്മതം അത് written ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ട് മാത്രമാണ് നടക്കുന്നത്. This gives a written proof that the patient agrees to procedure recording the on the ഫോമില് എന്താണ് ഇതിന്റെ പേഷ്യന്റിന്റേതായിട്ടുള്ള ആ ഒരു അഗ്രിമെന്റ് അല്ലെ അവരുടേതായിട്ടുള്ള ആ കോൺട്രാക്ട് അതിൻ്റെതായിട്ടുള്ള പ്രൂഫില് റിട്ടേൺ ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ അനുവദിക്കാൻ പാടുള്ളൂ. And condition of participation requires that the medical staff by laws and rules and regulations state the surgical operation may be executed only a consent of the patient or a legal representative expected in emergency. നമുക്ക് നമുക്കറിയാം ഓപ്പറേഷന് കേൾക്കുന്നതിന് മുമ്പ് അവര് സിഗ്നേച്ചർ മേടിക്കാറുണ്ടോ? അടിയന്തര ഘട്ടാണെങ്കിലും സിഗ്നേച്ചർ കിട്ടിയിട്ടേ വിടുള്ളൂ അല്ലെ, കേട്ടുള്ളൂ. കാരണം അവർക്ക് അവരുടെ തലേന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായ പ്രശ്നമാണ് അല്ലെ, ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഓടി ചെന്ന് നമ്മള് എന്താണ് സിഗ്നേച്ചർ ഒക്കെ ഇട്ടതിന് ശേഷമാണ് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു സമ്മതപത്രം ഇത് മേടിക്കുന്നതാണ്. ഇവരത് റെക്കോർഡിക്കലി അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഫോൾട്ടുകൾ വന്നാലേ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിന് എതിരായിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യൻസിന് പറയാം ഞങ്ങളോട് സമ്മതം കൂടാതെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമ്മതം കൂടാതെയാണ് കയറ്റിയെങ്കിൽ എന്താണ് ഹോസ്പിറ്റലുകാരെ പറ്റും അല്ലെ അവര് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും എന്താണ് അവര് അല്ലെ ഉന്നയിച്ച ഒരു ലീഗലായിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ കൃത്യമായിട്ട് തന്നെ പറയുകയാണ് എന്താണ് ഇങ്ങനെ സമ്മതം കൂടാതെയാണ്. അപ്പൊ സമ്മതം കൂടാതെ തന്നെയാണ് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന് കോടതിക്ക് മുമ്പിൽ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ എന്താണ് സ്പെഷ്യൽ കൺസെന്റ് ഫോമുകൾ അവിടെ എഴുതി റെക്കോർഡിക്കലി എഴുതി സൈൻ ചെയ്ത് ഘടിപ്പിച്ചതിന് ശേഷമാണ് അവർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ശരിയല്ലേ? റെക്കോർഡിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അതായത് ക്ലിനിക്കൽ ഡാറ്റ ആണ്.
അപ്പൊ നമ്മൾ പഠിച്ചു നോക്കാം. അഡ്മിഷൻ, ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ജസ്റ്റ് ആ പോയിന്റ്സ് എന്താണ് 23 പോയിന്റ്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അതായത് ഇങ്ങനെ റെക്കോർഡിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾക്ക് പറയുമ്പോൾ അഡ്മിഷൻ, ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് അവരുടേതായിട്ടുള്ള നോട്ട് കാര്യങ്ങൾ, പ്രോഗ്രസ് നോട്ട്, പത്തോളജി റിപ്പോർട്ട്സ് അവരുടെ വിഭാഗത്തിന്റെ റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്സ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, then translation report, operating data, anesthesia report, recovery room record, operative report, nursing data, nurses note. Okay, നമുക്കറിയാം ഓരോ രോഗിയെ ഡിസ്ചാർജ് ചെയ്തവർക്ക് നഴ്സുമാർ അവരുടേതായിട്ടുള്ള സമ്മതി തയ്യാറാക്കാൻ ഡോക്ടേഴ്സിനുണ്ടാവും അല്ലെ. ഇതൊക്കെ റെക്കോർഡിക്കലി തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. DPR, ഗ്രാഫിക്സ് ചാർട്ട്, പിന്നെ മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, physical therapy report, respiratory therapy report, miscellaneous report. Okay, ഒട്ടനവധി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു ട്രാൻസ്പോർട്ടേഷനിൽ ആണെങ്കിൽ ചില രേഖകൾ വേണം, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചില രേഖകൾ വേണം, ബ്ലഡ് കയറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോമുകൾ ഫില്ലപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യണം അല്ലെ. അങ്ങനെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും എല്ലാ തരത്തിലുള്ള രേഖകളും മസ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ. ആണോ? ഉണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് പറഞ്ഞ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, അതേമാതിരി തന്നെ മെഡിക്കൽ, അതേമാതിരി തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, സെഷൻസ്, പ്രോഗ്രസ് നോട്ട്, പത്തോളജി റിപ്പോർട്ട്സ്, റേഡിയോളജി റിപ്പോർട്ട്സ്, അവർ അങ്ങനെയുള്ള പോയിന്റ്സുകളാണ്. ഓക്കെ, പഠിച്ചു നോക്കേണ്ടതുണ്ടോ? എടുത്തു പോകാനൊക്കെയാണ്. അപ്പൊ അതില് ഫസ്റ്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അഡ്മിഷന്റെ സമയത്ത് ഒരു റെക്കോർഡ് എടുക്കും അവരല്ലേ, ഉണ്ടാവില്ലേ? ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ. രോഗനിർണയത്തിന് അതേമാതിരി തന്നെ അല്ലെ നടപടിക്രമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് അഡ്മിഷൻ സമയത്ത്. ഇന്ന രോഗി ഞാൻ പറഞ്ഞു ഒരു കോൺട്രാക്റ്റിൽ ഒരു എംപ്ലോയുടെ കോൺട്രാക്റ്റിലേക്ക് എത്തുകയാണ് അല്ലെ. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ പൂരിപ്പിക്കും ഇന്ന പേഴ്സൺ ഇന്ന അഡ്രസ് ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നത് ഇത്രയും ഏജ് ആണ്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പൂരിപ്പിക്കും. അവിടെ ഇപ്പൊ എന്താണ് ഇഷ്യൂസ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ പറഞ്ഞ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റൽ സമീപിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് പറഞ്ഞത്. സെക്കൻഡ് വൺ, ദ അറ്റൻഡിങ് physician is liable for giving and authenticating the information. All diagnosis and procedures may well written in full without symbols and abbreviations. Okay, നമ്മളിപ്പോ നമുക്കറിയാം നമ്മളെപ്പോഴും തയ്യാറാക്കും എന്താണ് ഒരു നോട്ടാണെങ്കിൽ തയ്യാറാക്കിയാലും അതിൽ കൂടുതൽ അബ്രിവേഷൻ ഉണ്ടാവോ? കുറച്ച് സിമ്പൽ ഒക്കെ ഉണ്ടാവില്ലേ? abbreviations.
അപ്പൊ നമ്മൾ നടന്നെത്തിയത് ഈ പറഞ്ഞ സിംബലുകളും അബ്രിവേഷനുകളും എല്ലാം ഉണ്ടാവും അല്ലെ. അത് നമ്മുടെ രോഗനിർണയത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നടപടിക്രമങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം ഈ എന്താണ് ഇത്തരത്തിലുള്ള രേഖകളെല്ലാം സൂക്ഷിക്കുമ്പോൾ എഴുതി ചേർക്കേണ്ടത്. എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ ഇന്ന ഡോക്ടർ അല്ലെ, ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്നുള്ള ലേബിളിൽ തന്നെയായിരിക്കണം അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി തയ്യാറാക്കേണ്ടത്. മെഡിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് പുതിയ ന്യൂകമർ ആണ് എങ്കിൽ അവരുടേതായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി കൂടി മാറും അല്ലെ. So the letter physician used to establish a preliminary profession diagnosis on which he to base the treatment of the patient. It includes chief complaint, present illness, past medical history, family history, review of the system. Okay. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ് ഒരു രോഗി വരുന്നത് പ്രധാനമായിട്ട് ചില കംപ്ലൈന്റുകളായിട്ടായിരിക്കും വരുന്നത് അല്ലെ. എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും വയ്യായികയായിട്ട് വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ എന്താണ് ചീഫ് കംപ്ലൈന്റ്, പിന്നെ പ്രസന്റ് ഇൽനെസ് നിലവിലുള്ള രോഗം എന്താണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കഴിഞ്ഞുപോയ മെഡിക്കൽ ഹിസ്റ്ററി ഒന്ന് എന്തെങ്കിലും അല്ലെ. നമുക്കറിയാം ചിലപ്പോ ഒരു വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെ, ഒരു 10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതേ മാതൃകത്തിൽ തന്നെ അസുഖം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ടാവോ? എപ്പോഴും നമുക്കറിയാം ഒരു അസുഖം വന്നാൽ ചിലപ്പോ ഒരു 2-3 പ്രാവശ്യം ഒരു ചുമ, പനി, ജലദോഷം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ജസ്റ്റ് വന്നു പോകും അല്ലെ. അത് വന്ന് അതിന്റെ ഒരു ചികിത്സ ഒരു ഡ്യൂറേഷൻ കഴിയുന്നത്. അതേസമയം ചില അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഓക്കെ അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് തവണ പോയതായിരിക്കും, പക്ഷെ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴല്ലേ അവിടെ ചീഫ് കംപ്ലൈന്റ് എന്താണ്, പ്രസന്റ് ഇൽനെസ് എന്താണ്, ഇപ്പൊ നിലവിലത്തെ അസുഖം എന്താണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഓക്കെ, അങ്ങനെ പ്രസന്റ് ഇൽനെസ് വരുമ്പോഴാണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയുടെ ആവശ്യം വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വേണ്ടി വരും. ഫാമിലി ഹിസ്റ്ററി തീർച്ചയായിട്ടും എന്താണ് ഫാമിലിയുടെയും കൂടി ഹിസ്റ്ററി അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെ ചില രോഗങ്ങൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഫസ്റ്റ് പേഴ്സൺസുമായിട്ടുള്ള ബന്ധുവുമായി ബന്ധപ്പെട്ട ടെസ്റ്റേജൊക്കെ കൊണ്ടുവരാൻ കഴിയും. കാരണം എന്താണ് ഫസ്റ്റ് ബ്ലഡ് റിലേഷൻസ് ഒക്കെ അല്ലെ. അത് എന്ത് വേണ്ടെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ഭേദഗതി മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാം അല്ലെ. അപ്പൊ ഫാമിലി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ഡീറ്റെയിൽസുകളെല്ലാം കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതെല്ലാം തന്നെ സൂക്ഷിക്കേണ്ടതാണ്. റിവ്യൂ ഓഫ് സിസ്റ്റംസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സിസ്റ്റത്തിന്റെ അവലോകനം നടത്തണം അല്ലെ. എന്ത് അസുഖമാണെങ്കിലും നമുക്കൊരു അവലോകനം നടത്തണം. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് മാറ്റിയത് അല്ലെ, ഈ പ്രാവശ്യം അത് വന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യക്കാളും ഡേഞ്ചറസ് ആയിട്ടാണോ, അങ്ങനെ ഒരു അവലോകനം അവിടെ ആവശ്യമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റിവ്യൂവിന്റെ കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആ ഡീറ്റെയിൽസും കൂടി മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററി എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ അതിലെല്ലാം പെടും അല്ലെ. നിലവിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ചീഫ് കംപ്ലൈന്റ് എന്താണ്, പ്രസന്റ് ഇൽനെസ് എന്താണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു, ഫാമിലി ഹിസ്റ്ററി എന്താണ്, റിസീവിംഗ് ഓഫ് സിസ്റ്റം ഓക്കെ സോറി റിവ്യൂ ഓഫ് സിസ്റ്റം. അപ്പൊ ആ അവലോകനങ്ങളെല്ലാം തന്നെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെയാണോ? ഇതില് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് മനസ്സിലാക്കണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുമ്പോഴുണ്ടാവുന്ന ചീഫ് കംപ്ലൈന്റ് ഇപ്പൊ നിലവിലുള്ള അസുഖം എന്താണ്, ഫാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് കസിൻസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസൾട്ട് പറയേണ്ടതായിട്ടുണ്ട്. റിവ്യൂ ഓഫ് സിസ്റ്റംസ് അവലോകനം നടത്തേണ്ട കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും. ചെയ്യണോ? നെക്സ്റ്റ് നോക്കാനുള്ളത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ശാരീരിക പരിശോധന അല്ലെ.
അതിലെന്താ പറയുന്നത്? പ്രൊവൈഡ്സ് ബേസ് ലൈൻ ഡേറ്റ അബൌട്ട് ദ പേഷ്യന്റ് ടു ഹെൽപ്പ് ദ ഫിസിഷ്യൻ ഇൻ ഡിസൈഡിങ് എ ഡയഗ്നോസിസ്. അവിടെ ഒരു നമുക്കറിയാം അസുഖം വന്നിട്ട് അല്ലെ, അൺവെല്ലായിട്ടുള്ള പേഴ്സൺസ് ആണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ ഡോക്ടറെ കാണാനായിട്ടാണ് പോകുന്നത്. Provide baseline data about the patient to help the physician in this diagnosis. അപ്പൊ രോഗം നിർണയത്തിന് വേണ്ടിയിട്ട് ആദ്യം അവരെന്താ ചോദിക്കുക? ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഗിയെ കാണുമ്പോൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? നമ്മൾ എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സുഖമാണോ പേരൊക്കെ വിളിച്ച് അഭിസംബോധനയൊക്കെ ചെയ്യും. എന്നിട്ട് ആയിരിക്കും അസുഖത്തിന്റെ തുടർച്ചയെന്നാണോ ചോദിക്കുന്നത് അല്ലെ. ആദ്യമായിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ഡോക്ടറെ കാണാനായിട്ട് ഒരു ഫിസിഷ്യന്റെ അടുത്ത് പോവുകയാണ് അല്ലെ, എങ്കിൽ ആ ഡോക്ടർ എന്തായിരിക്കും ചോദിക്കുക? ഞാൻ ചോദിക്കൂ, ഒന്ന് ചോദിക്കൂലേ? എന്താ വയ്യായികയെന്ന് ചോദിക്കില്ലേ? എന്താണ് അസുഖം എന്ന് ചോദിക്കൂലേ? ഡീറ്റെയിൽസ് ചോദിക്കും. എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും? എന്താണ് അസുഖം എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവരത് തന്നെയാണ് നോക്കുക. എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. Provide baseline data about the patient to help the physician decide. Then എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു അല്ലെ കാര്യങ്ങൾ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. അവര് ജസ്റ്റ് പരിശോധനകളൊക്കെ നടത്തും അല്ലെ. അതിൽ തന്നെ ഇൻഫോർമേഷൻസ് ചോദിക്കും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം ചോദിക്കുന്നു. ദെൻ എന്താണ് അവര് എക്സാമിനേഷൻ നടത്തും, ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തും. The degree of details relies on the age and sex of the patient, symptoms, other physical findings or laboratory data. അതിനുശേഷം അവരെന്താണ് അവരെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് അല്ലെ. നിങ്ങളുടെ ഏജ് എത്രയാണൊക്കെ അപ്പൊ ഡോക്ടറെ എടുത്ത് ചോദിക്കും അല്ലെ. നിങ്ങളുടെ ഏജ് എത്രയാണ്, ഇതിന് എത്ര നാളായി തുടങ്ങിയിട്ട് അല്ലെ, നിങ്ങളുടേതായിട്ടുള്ള കാര്യം പേഷ്യൻസിന്റേതായിട്ടുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യം പേഷ്യന്റിന്റേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും പേഷ്യന്റ് പറയുക. രണ്ടാമതായിട്ട് ഡോക്ടർ പേഷ്യന്റിനെ പരിശോധിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് പേഷ്യന്റ് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പേഷ്യന്റിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പൊ അതാണ് രേഖപ്പെടുത്തുക. പിന്നെ എന്താണ് കുറച്ച് കാര്യങ്ങൾ എന്താണ് അവര് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അത് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡോക്ടറെ കാണുന്ന ഒരു രംഗം വാർത്ത വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്താണ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ചെല്ലുമ്പോ തന്നെ രോഗിയുടേതായിട്ടുള്ള കാര്യങ്ങൾ രോഗി പറയുന്നു, തന്നെ എക്സാമിൻ ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് അല്ലെ, എപ്പോഴാ തുടങ്ങിയത്, എന്താണ് അല്ലെ, എത്ര ഏജ് ആണ്, അപ്പൊ ആ കാര്യം പേശിക്കൊണ്ട് കുറെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുന്നു. ദെൻ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും ഉരുവോ ചതവോ എന്തെങ്കിലും അത് വ്യക്തമായിട്ടൊക്കെ കാണിച്ചു കൊടുക്കും അല്ലെ. ഫൈൻഡിങ്സ് അതാണ് ഫിസിക്കൽ ഫൈൻഡിങ്സ് ലബോറട്ടറി ഡേറ്റ. പിന്നെ അതിനുശേഷം എന്താണ് ഇവര് ചിലപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ അയച്ചിട്ടുണ്ടാവും. ഫൈൻഡ് ഡാറ്റാസ് കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ ാണോ? അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ ഓർഡർ. ഫിസിഷ്യൻ ഓർഡറിൽ എന്താ പറയുന്നത്? The written or oral order constitute the attending physician's direction to nursing and auxiliary. അപ്പൊ അവിടെ നമുക്കറിയാം എന്താണ് പേഷ്യന്റിനെ വേണമെങ്കിൽ ഫിസിഷ്യനെ കുറെ ഡയറക്ഷൻസ് കൊടുക്കുക അല്ലെ. ചിലപ്പോ ആണെങ്കിൽ അവർക്ക് ഇന്ന സഹായങ്ങൾ അല്ലെ രേഖാമൂലമോ വാക്കുമൂലമോ അവരുടെ ഡോക്ടർ എന്താണ് കൃത്യമായിട്ടൊരു ഓർഡർ ഒക്കെ കൊടുക്കും. ഇന്ന സേവനങ്ങൾ നിങ്ങൾ നേടിയെടുക്കണമെന്ന് പറയും. രോഗിയുടെ മരുന്നുകളും കാര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ചികിത്സ സംബന്ധമായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തും. ഇന്ന രോഗിയാണ് ഈ രോഗി. നമ്മളിപ്പോ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞ് അവര് ഡോക്ടർ പേഷ്യന്റിൽ നിന്ന് കുറെ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റേജ് എന്താണ്? ഫിസിഷ്യന്റെ ഡയറക്ഷനാണ്. നിങ്ങൾ ഇന്ന മെഡിസിൻ ഇത്ര നേരം കഴിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന റിപ്പോർട്ട് ഇന്ന കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, പിന്നെ ഇന്ന സേവനങ്ങൾ. ചിലപ്പോ ആണെങ്കിൽ ഓക്സിജന്റെ പല സഹായങ്ങൾ വേണ്ടി വരാം അല്ലെ. നമുക്ക് ചിലപ്പോ ആണെങ്കിൽ ഒരു ഇഞ്ചുറി ഒടിവ് ചതവൊക്കെ ആണെങ്കിൽ എന്താണ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെ. കൈ ചിലപ്പോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പങ്കുവയ്ക്കാം. ആൻഡ് കൺസേണിങ് ഓൾ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്
അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഈ ഫിസിഷ്യന്റെ ഓർഡറിൽ കുറിച്ച് വെക്കുന്നത്. കാരണം ഈ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിസിഷ്യൻ ഡോക്ടറാണ് ഓർഡർ ചെയ്യുന്നത് അല്ലെ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇതിന മെഡിസിൻസ് കഴിക്കണം, ഇതിനെ നേരെ കഴിക്കണം, ഇതിനെ ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെ കുറച്ച് ഓർഡറുകളൊക്കെ ഇറക്കുന്നു. അപ്പൊ അതെല്ലാം ആ ഇറക്കിയിരിക്കുന്ന അല്ലെ അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ റെക്കോർഡിക്കലി സൂക്ഷിച്ചു വെക്കും. ഫിസിഷ്യൻ ഓർഡർ ഓക്കെ ആണോ? ഓക്കെ. അതിനുശേഷം നമ്മൾ എന്തായിരിക്കും, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു, ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, നമുക്ക് കുറച്ച് മെഡിസിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് അല്ലെ, അവരുടേതായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഓർഡറൊക്കെ തന്നു. ദെൻ ഓർഡറൊക്കെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിനുകളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് കളക്ട് ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു 2 ദിവസത്തിൽ 3 ദിവസത്തിന്റെ ഒരു അസുഖം ഭേദമാകും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ചെല്ലണമെന്ന്. പക്ഷെ ചില കാര്യങ്ങൾക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂവേഷൻ വേണ്ടിയിട്ട് അല്ലെ നെക്സ്റ്റ് വീക്കിൽ അടുത്ത വീക്കിലൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പൊ പ്രോഗ്രസ് നോട്ട് എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ അല്ലെ നമ്മുടെ പുരോഗതിയെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങളാണ് ആ റെക്കോർഡിംഗിൽ ഡീറ്റെയിൽസിൽ പെടുന്നത്. Okay, അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോഴ്സ് ഓഫ് എ പേഷ്യൻസ് ഇൽനസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ അതിലെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോഴ്സ് ഓഫ് ദ പേഷ്യൻസ് ഇൽനസ്, പേഷ്യന്റിന്റേതായിട്ടുള്ള അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഡിഗ്രി. ഓക്കെ, അവിടെ ട്രീറ്റ്മെന്റിന്റെ പ്രതികരണം, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അല്ലെ മെഡിസിൻ കഴിച്ചു അല്ലെങ്കിൽ തെറാപ്പി ചെയ്തപ്പോഴുണ്ടായിരുന്ന മാറ്റങ്ങൾ. കേസ് ഒരു കിടന്ന പേഷ്യന്റ് ആണ്, ഇൻപേഷ്യന്റ് ആണ് എങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ ദിവസവും പ്രോഗ്രസ് നോട്ട് റിപ്പോർട്ട് കുറിക്കണം അല്ലെ. അവര് ഓരോ ദിവസം നമുക്കറിയാം ഓരോ നേരം വന്ന് അവരവിടെ വീക്ഷിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസ് ഇല്ലാത്ത റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിന്റെ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. ഓക്കെ, ഇപ്പൊ പേര് വെട്ടി പോകാറായിട്ടുള്ള സ്റ്റാറ്റസ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് നോട്ടിൽ കുറിക്കുന്നു. The attending physician is responsible for a completion of a progress note. ഈ പ്രോഗ്രസ് നോട്ടിന്റെ കംപ്ലീഷന്റെ റെസ്പോൺസിബിലിറ്റി ആരെല്ലാം നിശ്ചിതമായിരിക്കുന്നത്? അറ്റൻഡിങ് ഫിസിഷ്യൻ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. The attending physician is responsible for the completion of a progress note. Then third point നോക്കുകയാണെങ്കിൽ എന്താണ്? It consists of admission note, follow up note and a final note. Okay, അപ്പൊ നമുക്കറിയാം ഇതില് പല കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അഡ്മിഷന്റെ സമയത്തുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഫോളോ അപ്പ് ഉണ്ട്, അതിന്റെ ഫൈനൽ നോട്ട്. അങ്ങനെ 3 നോട്ടുകളായിട്ട് തന്നെയാണ് പ്രോഗ്രസ് നോട്ട് കൈകാര്യം ചെയ്ത് വെക്കുന്നത്. Then an admission note consists of the general condition of the patient at the time of admission. History and physician information are marked here. ഓക്കെ, അഡ്മിഷന്റെ സമയത്ത് നമ്മൾക്കറിയാം രോഗി ചെന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെ, അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ് ഡോക്ടർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫിസിഷ്യനായ ഇൻഫോർമേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യും, അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രോഗ്രസ് നോട്ട് ഇൻക്ലൂഡ്. പ്രോഗ്രസ് നോട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു ഈച്ച്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള അല്ലെ, കൃത്യമായിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും, ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു ഈച്ച്. ഓരോ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് അല്ലെ, അതെല്ലാം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇവിടെ പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതും നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രോഗ്രസ് നോട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണോ? ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. It is related to the cause of patient's illness, response to treatment and status on discharge. ഒക്കെയാണോ?
ഏതെങ്കിലും പോയിന്റ് ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you. മനസ്സിലായില്ല ഫസ്റ്റ് മെസ്സേജ്? വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഓണത്തിന്റെ ലീവ് ഉണ്ടോ? ഓക്കെ, നിങ്ങളെ ഇൻഫോം ചെയ്യും, തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാം. എന്തായാലും ലീവ് ഉണ്ടാവും, ഇൻഫോർമേഷൻ തരും.